Hello dear students, today we will concentrate about the logic and compare instructions. Logic and compare instructions bitwise operation വേണ്ടിയിട്ടാണ് ഈ logic and compare instructions മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. First one is logic instructions. The logic instructions are some of the most widely used instructions. Example and, or, XOR, complement, negate, all these are examples of some logic instructions. First one is the AND instructions. Format of the instruction is AND RD, RR. RDയിലെ കണ്ടൻറ്റും RRയിലെ കണ്ടൻറ്റും തമ്മിൽ AND ഓപ്പറേഷൻ നടത്തിയിട്ട് റിസൾട്ട് RDയിൽ സ്റ്റോർ ചെയ്യും. ഇമ്മീഡിയറ്റ് വാല്യൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ AND ഇമ്മീഡിയറ്റ് ANDI RD, K, where K is a constant value ആയിരിക്കും. ഇമ്മീഡിയറ്റ് ഡാറ്റയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. This instruction will perform a logical AND on the two operands and place the result in the left hand operand. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ RD, RRയിൽ RD ആണ് ഉദ്ദേശിക്കുന്നത്. The AND instructions will affect zero flag, sign flag and negative flag. Example LDI R20, 0x35. Then AND immediate with R20 0F. ആ R20യിലുള്ള കണ്ടൻറ്റുമായിട്ട് 0F ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആൻഡ് ഓപ്പറേഷൻ നടത്തുന്നു. അപ്പോൾ നമുക്കറിയാം 1 and 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 1 ആണ്, 0 and 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നോക്കുക. 1 and 1 എന്ന് പറഞ്ഞാൽ റിസൾട്ട് 1 വന്നിട്ടുണ്ട്, 0 and 1 എന്ന് പറഞ്ഞാൽ 0. All others are like this. Okay. The next one is the OR instructions. Format of this instruction is OR RD, RR. RDയിലെ കണ്ടൻറ്റും RRയിലെ കണ്ടൻറ്റും തമ്മിൽ OR ഓപ്പറേഷൻ നടത്തുന്നു. OR ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലോജിക്കൽ അഡീഷൻ പോലെയാണ് വരുന്നത്, ബിറ്റ് വൈസ് അഡീഷനാണത്. OR immediate ORI RD, K, where K is a constant value. This instruction perform logical OR on the two operands and place the result in the left hand operand. For example, LDI R20, 04, ORI or immediate with R20 the value 0x30. ഇവിടെ നോക്കാം 04 നമുക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് 30 എന്ന് പറയുന്ന വാല്യൂ ഓർ ചെയ്യുമ്പോഴത്തേക്കുള്ള റിസൾട്ട് നോക്കാം 0 or 0 0. ഇവിടെ നോക്കാം 1 or 0 റിസൾട്ട് ഈസ് 1. ഇവിടെ നോക്കാം 0 or 1 എന്ന് പറഞ്ഞാൽ റിസൾട്ട് 1 ആയിരിക്കും. ഇങ്ങനെയാണ് OR ഓപ്പറേഷൻസ്. നെക്സ്റ്റ് വൺ ഈസ് ദ XOR ഓപ്പറേഷൻ, എക്സ്ക്ലൂസീവ് OR. ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EOR RD, RR. പഴയതുപോലെ തന്നെ RDയിലെ കണ്ടൻറ്റും RRയിലെ കണ്ടൻറ്റും തമ്മിൽ എക്സ്ക്ലൂസീവ് അഡീഷൻ നടത്തിയിട്ട് റിസൾട്ട് RDയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. This instruction will perform logical XOR on the two operands and place the result in the left hand operand. It's also affect the flag Z, S and N flag, zero flag, sign flag and negative flag. For example, LDI R20, 54, LDI R21, 0x78. ഈ രണ്ട് വാല്യൂസും തമ്മിൽ നമ്മൾ എക്സ്ക്ലൂസീവ് അഡീഷൻ നടത്താൻ പോവുകയാണ്. അപ്പോൾ നോക്കുക, ഈ EOR R20, R21, R20യിലെ കണ്ടൻറ്റും R21ലെ കണ്ടൻറ്റും എക്സ്ക്ലൂസീവ് അഡീഷൻ നടത്തുമ്പോൾ നമുക്കറിയാം റിസൾട്ട് എങ്ങനെയായിരിക്കും. രണ്ട് സെയിം വാല്യൂസ് തമ്മിലാണ് എക്സ്ക്ലൂസീവ് അഡീഷൻ നടത്തുന്നതെങ്കിൽ റിസൾട്ട് എപ്പോഴും 0യും, ഓപ്പോസിറ്റ് വാല്യൂസ് 1ഉം 0യും തമ്മിലാണ് എക്സ്ക്ലൂസീവ് അഡീഷൻ നടത്തുന്നതെങ്കിൽ എപ്പോഴും റിസൾട്ട് 1 ആയിരിക്കും. ഇവിടെ നോക്കുക 0 എക്സ്ക്ലൂസീവ് 0 എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇവിടെ നോക്കിയേ 0 എക്സ്ക്ലൂസീവ് 1, ദ റിസൾട്ട് ഈസ് 1. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് വരുമ്പോഴത്തേക്ക് ആൻസർ 1ഉം, സെയിം നമ്പേഴ്സ് 1 and 1 ദ റിസൾട്ട് ഈസ് 0. ഇതാണ് എക്സ്ക്ലൂസീവ് അഡീഷനകത്ത് വരുന്നത്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ 2C ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ കോംപ്ലിമെൻറ്റ് ഫംഗ്ഷൻ. കോംപ്ലിമെൻറ്റ് COMRD. കോംപ്ലിമെൻറ്റ് ഈസ് ഇക്വാലൻ ടു 1's കോംപ്ലിമെൻ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ നോക്കുക. R20യിൽ A എന്ന് പറയുന്ന വാല്യൂ 1010 ഈസ് ഇക്വാലൻ ടു A ആൻഡ് അനദർ 1010 ഈസ് ഇക്വാലൻ ടു A. മീൻസ് A എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത്.
കോംപ്ലിമെൻറ്റ് R20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓൾ സീറോസ് ആർ കൺവേർട്ടഡ് ഇൻറ്റു 1 ആൻഡ് ഓൾ വൺസ് ആർ കൺവേർട്ടഡ് ഇൻറ്റു 0. ദാറ്റ് ഈസ് വൺസ് കോംപ്ലിമെൻ്റ് ആണ് ഇവിടെ ആക്ച്വലി ഫംഗ്ഷൻ നടത്തുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ നെഗേറ്റ്. നെഗേറ്റ് എന്ന് പറഞ്ഞാൽ ടൂസ് കോംപ്ലിമെൻറ്റിന് ഇക്വാലൻ്റ് ആണ്. അതായത് വൺസ് കോംപ്ലിമെൻറ്റ് പ്ലസ് 1 ആണ് ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഫോർമാറ്റ് നെഗേറ്റ് RD. എക്സാമ്പിൾ LDA R20, 0x85. അപ്പോൾ നോക്കുക 85 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നെഗേറ്റ് R20 എന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂസ് കോംപ്ലിമെൻ്റ് ആണ് വരേണ്ടത്. അപ്പോൾ അവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ നോക്കുക, വാല്യൂസ് നോക്കുക. ദെൻ കമ്പയർ ഇൻസ്ട്രക്ഷൻസ്. CP RD, RR കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇറ്റ് മേ ബി ഈക്വൽ ഓർ RD ലെസ് ദാൻ RR ഓർ RR ലെസ് ദാൻ RD. അപ്പോൾ 3 കണ്ടീഷൻസാണ് വന്നത്. ഈക്വൽ, ഗ്രേറ്റർ, ലെസ്. ഇത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പയർ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇമ്മീഡിയറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ദാറ്റ് ഈസ് CPA RD, K വേർ K ഈസ് എ കോൺസ്റ്റൻറ്റ്. കമ്പയർ ദ ഇൻസ്ട്രക്ഷൻ ഈസ് റിയലി എ സബ്ട്രാക്ഷൻ. അപ്പോൾ രണ്ട് വാല്യൂസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് റിസൾട്ട് 0 ആണ് എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 0 ഫ്ലാഗ് സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫ്ലാഗ് നോക്കിയിട്ട് അറിയാം ഈക്വൽ ആയിരുന്നു, രണ്ട് വാല്യൂം ഈക്വൽ ആയിരുന്നു. ഇനി ഇഫ് RD മൈനസ് RRലെ RD ഹയർ വാല്യൂം RR സ്മോളർ വാല്യൂ ആണെങ്കിൽ ദർ ഈസ് നോ ക്യാരി, അതായത് അവിടെ ബോറോ വരുന്നില്ല, ക്യാരി വരുന്നില്ല. അപ്പോൾ അവിടെ 0 ഫ്ലാഗും ഇല്ല, ക്യാരി ഫ്ലാഗും സെറ്റ് ചെയ്യുന്നില്ല. നേരെ തിരിച്ച് RD മൈനസ് RRലെ RR ഹയർ വാല്യൂം RD സ്മോളർ വാല്യൂ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ദർ മസ്റ്റ് ക്രിയേറ്റ് എ ബോറോയെ നമുക്ക് ഇതിനകത്ത് ക്യാരി ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യും. അപ്പോൾ ലെസ് വാല്യൂ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം രണ്ട് ഫ്ലാഗാണ് മെയിനായിട്ട് ഇതിനകത്ത് എഫക്റ്റ് ചെയ്യുന്നത്, ക്യാരി ഫ്ലാഗും 0 ഫ്ലാഗും. ഈക്വൽ ആണെങ്കിൽ 0 ഫ്ലാഗ് സെറ്റ് ചെയ്യും. ലെസ് വാല്യൂ ആണെങ്കിൽ RD മൈനസ് RRലെ RR ലെസ് വാല്യൂ ഹയർ വാല്യൂ ആണ് എങ്കിൽ ഓട്ടോമാറ്റിക് റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും, ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യും. ദെൻ next, this instructions performs a compare between the two registers RD and RR. നൺ ഓഫ് ദ രജിസ്റ്റേഴ്സ് ആർ ചേഞ്ച്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ നമ്മളിങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ രജിസ്റ്ററിലെ കണ്ടൻറ്റ് ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല, ജസ്റ്റ് കമ്പയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓൾ ദ കണ്ടീഷണൽ ബ്രാഞ്ച് ക്യാൻ ബി യൂസ്ഡ് ആഫ്റ്റർ ദി ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അവിടെ നമ്മുടെ ബ്രാഞ്ചസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്യാരി ഫ്ലാഗിനനുസരിച്ചോ അല്ല BRCC, BRNE, BRCS, എനി ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ക്യാൻ ബി യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ ഫ്ലാഗ് കണ്ടീഷൻസ്. For example, LDA R21, 63. In R20, പിൻ ബിയിലുള്ള വാല്യൂ R20യിലേക്ക് കൊണ്ടുവരുന്നു. R21ലേക്ക് നമ്മൾ 63 എന്ന് പറയുന്ന വാല്യൂ സേവ് ചെയ്യുന്നു. ദെൻ കമ്പയർ R20 ആൻഡ് R21. CP R20, R21. ഇവിടെ നോക്കുക, രണ്ട് വാല്യൂം ഈക്വൽ ആണെങ്കിൽ R20 മൈനസ് R21 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0 ഫ്ലാഗ് സെറ്റ് ചെയ്യും. നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ വരാം. ഒന്ന് ലെസ് ആവാം, മറ്റത് ഗ്രേറ്റർ ആവാം. R20 ഹയർ വാല്യൂയും R21ലെ കണ്ടൻറ്റ് ലോവർ വാല്യൂ ആണെങ്കിൽ ദർ ഇസ് നോ ക്യാരി ഫ്ലാഗ്. നേരെ തിരിച്ച് R21 ഹയർ വാല്യൂ, R21ലെ കണ്ടൻറ്റ് ഹയർ വാല്യൂയും R20യിലെ വാല്യൂ സ്മോളർ വാല്യൂ ആണെങ്കിൽ ദർ മസ്റ്റ് ക്രിയേറ്റ് എ ബോറോ ഓർ ക്യാരി ഫ്ലാഗ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആണോ, ലെസ് ആണോ, ഗ്രേറ്റർ ആണോ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏകദേശം എല്ലാ കാര്യങ്ങളും ഇതിനനുസരിച്ചുള്ള ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും. താങ്ക് യു.